നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തുന്ന രണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന്റെ അവസാന ദിവസമാണ് ഇന്ന്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഈ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും, ഇതിന്റെ എല്ലാ ബേസിക് എലമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഇരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പ്രൊഫസർ ജഗതിരാജ് VP. സർ നമസ്കാരം. നമ്മൾ 2-3 ദിവസം മുൻപേ കണ്ടു, അതൊരു പ്രസ് മീറ്റിലായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അന്ന് സാറ് നമ്മുടെ മുന്നിലേക്ക് വെച്ച കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കലോത്സവം, ഇനി ഈ കലോത്സവം നടന്നു കഴിഞ്ഞ് അതിന്റെ അവസാന ദിവസം മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു റിസൾട്ട് എന്താകും, ഇത് എത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്ന് പറയാൻ പറ്റൂ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലം നമുക്ക് അപ്പോഴേ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, 3-ാമത്തെ ദിവസം നമ്മൾ എത്തി, സമാപന ദിവസമാണ്. ഇതുവരെയുള്ള സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? നമ്മൾ ഓരോ പരിപാടി തുടങ്ങിയാലും നമുക്ക് എപ്പോഴും ഒരു പേടിയുണ്ട്, ഇത് വിജയിക്കുമോ, ആൾക്കാർ വരുമോ, എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ നമുക്ക് ഇവരൊന്നും റെഗുലർ കോളേജ് പോലെ കൺട്രോൾ ഇല്ലല്ലോ, ആൾ ഓവർ ദ കേരളയിൽ. പക്ഷേ ഈ 3 ദിവസം കൊണ്ട് വന്ന പാർട്ടിസിപ്പൻസ് നോക്കുമ്പം നമ്മൾ പ്രതീക്ഷയിൽ എത്രയോ മടങ്ങ് സക്സസ് ആണ്. അപ്പം ഞാൻ ഉള്ള ജഡ്ജസ്മാരത്തെല്ലാം ഞാൻ പോയി ചോദിച്ചു, നമ്മുടെ പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു, ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരുന്നു. ആരും മറ്റൊരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല റെഗുലർ കോളേജ്. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം നല്ല സ്റ്റാൻഡേർഡ് പ്രോഗ്രാമാണ്, എല്ലാവരും നല്ലോണമൊക്കെ പ്രാക്ടീസ് ചെയ്ത് സീരിയസ് ആയിട്ട് തന്നെയാണ് ഇതിനെ നോക്കിക്കണ്ടത്. അതുകൊണ്ട് എല്ലാത്തിനും എല്ലാ ഐറ്റംസിനും അതിൻ്റെതായ ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ടൽ പരിപാടി പോലെ അല്ല. സർ അത് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. കാരണം ഇന്നലെ മൈമിന്റെ മത്സരാർത്ഥികൾ ഇവിടെ വന്ന് നമുക്കൊരു ബൈറ്റ് തന്ന സമയത്ത് അവര് പറഞ്ഞത്, ഞങ്ങൾ വിചാരിച്ചു 1-2 ആളുകളെ മത്സരിക്കാൻ ഉണ്ടാവുള്ളൂ, ഇവിടെ വന്നപ്പോ 4-5 ടീമും നമുക്ക് മത്സരിക്കാൻ. ഇന്നലെ ഞാൻ 1 മണിയായി തീർന്നപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ 1 മണി വരെ ഞാൻ അവിടെ ഇരുന്ന കാര്യം, അവർക്കൊരു മോറൽ സപ്പോർട്ട്, കേരള നടനവും പിന്നെ ഗ്രൂപ്പ് ഡാൻസും ഒക്കെ ശരിക്കും ഞാനിങ്ങനെ അത്ഭുതത്തോടെ, അതെന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ 18 വയസ്സ് ഉള്ള പ്രായമായിട്ട് 30-40 വയസ്സൊക്കെ ഉള്ളവരെ ഇന്നലെ കളിച്ചത്. സ്കൂളിലെ ടീച്ചർമാർ പോലും ഇന്നലെ മൈമിലൊക്കെ ഉണ്ടായിരുന്നു, ഓരോ സ്കൂളിലെ ടീച്ചർമാരൊക്കെ ആയിട്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് പങ്കെടുക്കുമ്പം ആ ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇത് ശരിക്കും കലോത്സവത്തിനേക്കാൾ ഉപരി അവരുടെയൊക്കെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. അത് നമ്മളിവിടെ ഒരു ഫീഡ്ബാക്ക്, ഒരു റിഫ്ലക്ഷൻസിന്റെ ഒരു ബോർഡ് വെച്ചിട്ടില്ലേ, അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. അതിനകത്ത് ഓരോരുത്തരിക്കുന്ന കമന്റ്സ് തന്നെയാണ് ഇതിന്റെ ഇമ്പോർട്ടൻസും ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. അതിനകത്ത് എഴുതി വെച്ചാൽ ഇപ്പം വായിച്ചിട്ട് വന്നതേ ഉള്ളൂ. അത് നമ്മൾ പറഞ്ഞെഴുതിച്ചല്ലോ, അവർ സ്വയം എഴുതി വെച്ചല്ല. അത് തന്നെയാണ് ഇതിന്റെ എത്രമാത്രം വിജയിച്ചെന്നുള്ള ഏറ്റവും വലിയ പ്രൂഫ് എന്ന് പറയുന്നത്. ഒരു സാർ പറയുമ്പോൾ സാറിന്റെ വാക്കുകളിൽ നമുക്ക് ആ ഒരു ഹാപ്പിനെസ് ശരിക്കും കാണാൻ വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ടല്ലോ, നമ്മൾ അവസരങ്ങൾ കൊടുക്കുകയല്ലേ. നമ്മളൊരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, അപ്പം നമ്മൾ വെറുതെ ഒരു ഡിഗ്രി മാത്രം കൊടുക്കുകയല്ല, അവർക്ക് എല്ലാ അവസരങ്ങളും കൊടുക്കുകയാണ്. റെഗുലർ കോളേജിൽ ഇപ്പം പലരും എഴുതിയേക്കുന്നത് അവർക്ക് ചെറുപ്പം തിരിച്ചു കിട്ടി, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റും, പണ്ട് കണ്ട പല സ്വപ്നങ്ങൾ നടത്തിയെടുക്കാൻ പറ്റി. ഇതാണ് ഇതിന്റെ വിജയം എന്ന് പറയുന്നത്. പ്രൈസ് കിട്ടുക എന്നുള്ളതല്ല, അതൊരു സെക്കൻഡറി കാര്യമുള്ളൂ. പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരെ ഒരു ആഗ്രഹം സാധിച്ചു. അപ്പൊ എല്ലാവർക്കും പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. 10 പേര് എടുക്കുമ്പോൾ 2 പേർക്ക് പ്രൈസ് കൊടുക്കാൻ പറ്റും, അതല്ലല്ലോ കാര്യം. പ്രൈസ് കൊടുക്കുന്നതല്ല കാര്യം, അതൊരു ഇവാലുവേഷൻ വെച്ച് ഒരു പ്രൈസ് കൊടുക്കുക. അതിനല്ലല്ലോ കലോത്സവം നടത്തുന്നത്. 10 പേരെ നടത്തിയ 3 പേർക്ക് പ്രൈസ് കൊടുക്കാൻ വേണ്ടിയല്ലല്ലോ കലോത്സവം നടത്തുന്നത്. മറ്റുള്ളവർക്ക് ഒരു അവസരം, അവരുടെ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്, ഇവർക്കൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് കൂടെ ഉണ്ട് ഇതിന്റെ പിന്നിൽ. സ്റ്റേജിൽ കയറി പെർഫോം, സമൂഹത്തിൽ നാളെ വരെ ഇറങ്ങുമ്പം പ്രോബ്ലത്തെ ഇതൊക്കെ ഇതിനകത്ത് ഒരു സെക്കൻഡറി ബെനിഫിറ്റ്സ് ഉണ്ട്. അല്ലാതെ വന്ന് ഒരു ആർട്ടിസ്റ്റിക് ടാലന്റ് മാത്രം കാണിക്കുക എന്നുള്ളത്. ഇപ്പോൾ സ്റ്റേജിൽ കയറി ഇങ്ങനെ ഒരു പെർഫോം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ സമൂഹത്തെ ഫേസ് ചെയ്യാൻ. ഇതെന്ന് പറഞ്ഞാൽ ഓഡിയൻസ് എന്ന് പറഞ്ഞ ഒരു സമൂഹമല്ലേ, സമൂഹത്തിന്റെ ഒരു ഇതല്ലേ, ചെറിയൊരു റിഫ്ലക്ഷൻ അല്ലേ. അപ്പൊ അവരെ ഫേസ് ചെയ്യുമ്പോൾ തന്നെ ആ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതാണ് ഇതൊക്കെ കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അല്ലാതെ കലോത്സവത്തിൽ വന്ന 2 പാട്ട് പാടിയല്ലേ അതല്ലല്ലോ, അതല്ല മെയിൻ കാര്യം. ഇതാണ് ഈ കലോത്സവം പോലുള്ള പരിപാടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ്. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചു നോക്കിയാൽ അവര്, നിങ്ങൾ ഓരോ ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കുക. ലേണേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുത്തു സാർ വരുന്നതിന്റെ തൊട്ട് മുൻപായിട്ട് നമ്മളുടെ എന്നിട്ട് അത് പക്ഷെ നമ്മൾ എനിക്കൊരു സങ്കടം തോന്നി 3 ദിവസമായിട്ട് നമ്മളോട് തലവതി. പക്ഷെ പത്രക്കാർ ആ രീതിയിൽ അതൊന്നും പ്രൊമോട്ട് ചെയ്തിട്ടൊന്നും. ഞാൻ എല്ലാ ദിവസവും ഇന്നത്തെ പത്രം നോക്കിയിട്ട് അവരൊക്കെ ഒരു ചെറിയ ന്യൂസ്, അവരെത്രയോ ന്യൂസ്, വലിയ ന്യൂസ് കോളം ചെയ്യുന്നു. ഇതൊക്കെ ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പത്രത്തിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത 10 ഫോട്ടോ ഒക്കെ ഒന്നും അവർക്ക് കിട്ടുന്ന ഒരു മൈലേജ്, അങ്ങനെ ഈ പത്രക്കാരൊക്കെ ഒന്നും വലുതായിട്ട് ഇതിനകത്തൊരു സപ്പോർട്ട് തന്നായിട്ട് ഞാൻ കണ്ടില്ല. അതെനിക്കൊരു ഭയങ്കര ഇതായിട്ട് തോന്നി. നമ്മളൊക്കെ അവരെ വിളിച്ചു പറഞ്ഞു,
അല്ല നമുക്ക് എനിക്ക് തോന്നുന്നു പത്രക്കാര് എന്നാലല്ലേ ജനങ്ങൾ അറിയത്തുള്ളൂ ഇങ്ങനെ ക്വാളിറ്റി എന്താ എന്റെ യൂണിവേഴ്സിറ്റി. അപ്പൊ മീഡിയക്കാരുടെ വല്ല റോള് വഹിക്കാനുണ്ട്. എന്നാണ് സാർ പറഞ്ഞു വരുന്നത്. മീഡിയക്കാരെ റോള് വഹിക്കണം. പക്ഷെ അവര് വന്നിട്ട് അവരെ കവറേജൊക്കെ വളരെ പത്രത്തിലൊന്നും വലിയ ന്യൂസ് ഇടുന്നത്. അതെ അതെ അതെ. അല്ല അത് എന്നാലല്ലേ ഇവർക്കൊക്കെ കുട്ടികൾക്ക് ഇത് അവര് ഫോട്ടോ ഇടുമ്പോ അവർക്ക് ആ പത്രത്തിൽ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ജനകീയമാകുന്നു എന്ന് ജനകീയ ഇതൊരു ജനകീയ ഇതല്ലേ, ഇതൊരു അതെ. നല്ലൊരു കൺസെപ്റ്റിൽ ഓടുന്ന യൂണിവേഴ്സിറ്റി. ആ 3 വർഷം ഇത്രയും ഡെവലപ്പ് ആയില്ലേ ഇന്ത്യയിലെ 18 യൂണിവേഴ്സിറ്റി. ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇങ്ങനെ അവസരം കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത് ജനങ്ങൾ അറിഞ്ഞാലല്ല നാളെ അവരെ കൂടെ വന്ന് ജോയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാം. അപ്പോഴല്ലേ കൂടുതൽ കുട്ടികൾ വന്ന് പഠിക്കാനും കുട്ടികളുടെ അടുത്ത് എത്തത്തുള്ളൂ. അത് പലരും ചെയ്യുന്നില്ല. പരാതിയല്ല, അത് അവർക്ക് വേറെ അവരുടേതായ റീസൺസ് കാണുമായിരിക്കും. പക്ഷെ അല്ല അത് നമ്മൾ ഒരു കാര്യത്തിനെയും അതിന്റെ ഒരു കോർ എലമെന്റിലൂടെ നോക്കി കാണാത്തതിന്റെ പ്രശ്നമായിട്ടാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ എടുക്കുന്ന ഇതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ അല്ലല്ലോ. യൂണിവേഴ്സിറ്റിക്ക് നടത്തിയിട്ട് എന്താ അഡ്വാൻറ്റേജ്? നമ്മള് യൂണിവേഴ്സിറ്റിക്ക് എക്സ്പെൻസ് വരുന്നതല്ല. അതെ 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 അതെ. മനസ്സിലായില്ല. അതായത് യൂണിവേഴ്സിറ്റിക്ക് ഇതുകൊണ്ട് പ്രോഫിറ്റ് ഒന്നും വരുന്നില്ലല്ലോ. കിട്ടിയ പൈസ ഇപ്പൊ നടത്തിയില്ലേന്ന് ആരെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. യെസ് കറക്റ്റ്. ചോദിക്കാനില്ലല്ലോ. ഓപ്പൺ യൂണിവേഴ്സിറ്റി അതല്ലല്ലോ. അപ്പൊ അത് ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഈ ഒരു നോബിൾ കോസിന് ഇങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ അവസരം, അവരെ പണ്ട് സ്വപ്നം കണ്ട പല കാര്യങ്ങൾ നടത്താൻ പറ്റും. ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ അച്ഛനും മകളും പങ്കെടുത്ത്, അതെ അതെ സഹോദരൻ സഹോദരി പങ്കെടുത്ത്, ഭാര്യ ഭർത്താവ് പങ്കെടുക്കുന്നുണ്ട്, പിന്നെ മുത്തശ്ശനും മക്കളും പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെയല്ലേ ഈ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദമല്ലേ ഇതിനകത്ത് പങ്കെടുക്കുന്നത്. മറ്റേ റെഗുലർ കോളേജ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറി സ്റ്റുഡൻസ് അല്ലേ വരത്തുള്ളൂ. 20 തൊട്ട് 25 വയസ്സുള്ള. ഇതങ്ങനെയല്ലല്ലോ. 18 വയസ്സ് തൊട്ട് 83 വയസ്സ് വരെ. അപ്പൊ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ജനങ്ങളുടെ അടുത്ത് എത്തണം. അത് ചെയ്യേണ്ടവർ ചെയ്യണം, ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സാർ, പരാതിയൊന്നുമില്ല, നമ്മളൊരു കൺസേൺ പറയുന്നു ഓരോരുത്തർക്ക് അവരുടേതായ ജസ്റ്റിഫിക്കേഷനും ന്യായങ്ങളും ഒക്കെ കാണും, അവരുടേതായ ശരി കാണും. അതിനെ നമ്മളാരും ക്രിട്ടിസൈസ് ഒന്നുമില്ല. പക്ഷെ ഇതെല്ലാവരും മനസ്സിലാക്കണം. ഇങ്ങനൊരു യൂണിവേഴ്സിറ്റി വരുമ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ, അതിന്റെ വളർച്ചയ്ക്ക് എല്ലാവരും പങ്കുവഹിച്ചാൽ നമ്മൾ 5-6 പേരിന്റെ പിന്നിൽ പ്രതിനിധി ഒരിക്കലും യൂണിവേഴ്സിറ്റി വളരും ഒരിക്കലും ഇല്ല. ഞാൻ വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇവിടെ വന്ന സമയത്ത് ഇപ്പൊ ഞാൻ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഭാഗമായിട്ട്. കുട്ടികൾ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു തുടങ്ങി എന്നുള്ളതാണ്. അതായത് മാം ഇന്ന സബ്ജക്റ്റിനല്ലേ മാം ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് നമ്മളുടെ അടുത്ത് ഇവിടെ വന്ന് സംസാരിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ പറയുന്നു. അപ്പം ഈ ഒരു കലോത്സവത്തിന് ടൈറ്റിൽ സ്പോൺസർ ആയിട്ടുള്ള ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഒരു റോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചാൽ എന്തായിരിക്കും സാറിന്റെ മറുപടി? ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയല്ലേ ഇപ്പൊ നമുക്ക് ഫുൾ സപ്പോർട്ട് വന്ന് ഇത്രയും ഡെവലപ്പ് വിജയമാക്കുന്ന നിങ്ങളുടെ റോള് ഭയങ്കരമല്ല. ആ റോള് ഭയങ്കരമാണെന്ന് സാർ പറയുന്നില്ല. അഡ്വർടൈസ്മെന്റ് എത്തിക്കാനും ഇവിടുത്തെ അറേഞ്ച്മെന്റിന് സഹായിച്ചതും പബ്ലിസിറ്റി അല്ല. എന്നാലല്ലേ പബ്ലിസിറ്റി വേണമല്ലോ, എന്നാലല്ലോ ആൾക്കാർ അറിയത്തില്ല. നമ്മളിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഇരുന്ന് ആരും അറിയത്തില്ലല്ലോ. ഈ കാലഘട്ടത്തിൽ പബ്ലിസിറ്റിക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ്. എന്തായാലും നമ്മൾ എത്ര ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞാലും പബ്ലിസിറ്റി ഇല്ലെങ്കിൽ അതൊന്നും വിജയിക്കത്തൊന്നും. അതിന് നിങ്ങൾ ചെയ്ത സഹായം വളരെ വലുതാണ് ഇത്രയും സക്സസ് ആവാൻ. അല്ല, ഞാൻ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ എപ്പോഴും സപ്പോർട്ടാണ്. പിന്തുണ നൽകുന്ന ആളാണ്. ഇപ്പൊ ഓപ്പണായിട്ട് പറയുന്നത് എനിക്കൊന്നും മടിയൊന്നുമില്ല. ഇപ്പോഴും പലരും മൈൻഡ് സെറ്റ് 20 വർഷം പ്രൈവറ്റ് കേൾക്കുമ്പോൾ എന്തോ എല്ലാവർക്കും അലറിയും. ഞാൻ അങ്ങനെ ഒന്നുമല്ല. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് തന്നെ വേണമെന്ന് പറയുന്നതാണ് ഞാൻ. അതിന് കിട്ടുന്ന അവസരമൊക്കെ ഞാൻ സപ്പോർട്ട്. അതിനകത്ത് അത് ഓരോരുത്തരും മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡിന്റെയും പ്രശ്നമാണ്. ഈ പ്രൈവറ്റിന്റെ എങ്കിലേ നമുക്ക് ഈ കാലത്ത് ക്വാളിറ്റിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെയാണ് ഞാൻ നിങ്ങളെ പോലുള്ളവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, എൻകറേജ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് പേര് ടൈപ്പിനൊക്കെ ട്രൈ ചെയ്യുന്നതാണ്. എങ്കിലും ഇതൊന്ന് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഇപ്പോഴും പുള്ളി ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാത്തിനും പൈസ വേണം. ക്വാളിറ്റി ഉണ്ടെന്ന് പറഞ്ഞ് സംസാരിക്കാൻ പറ്റും. ക്വാളിറ്റി ഉണ്ടാക്കുന്നെങ്കിൽ പൈസ വേണം. അതിനകത്ത് നമ്മൾ ഗവൺമെന്റിന്റെ റൂൾസും റെഗുലേഷനും അതിന്റെ ഫ്രെയിം വർക്കിൽ നിന്നുകൊണ്ട് പ്രൈവറ്റായിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ് ഞാൻ നോക്കുന്നത്. അല്ലാതെ റൂളിനെ തെറ്റിച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. നമ്മൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അല്ലേ, ഗവൺമെന്റിൻ്റെതായ പ്രഖ്യാപിത റൂൾസ് റെഗുലേഷൻസിന്റെ ഫ്രെയിം നിന്നുകൊണ്ട് പ്രൈവറ്റുമായിട്ട് മാക്സിമം എന്നാൽ ഈ കാലത്ത് ഇത് വളരെ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഈ കൺസേൺസ് ഒക്കെ നമുക്ക് ഇവിടെ മനസ്സിലാക്കി വെക്കാം എന്നതിലുപരി ഗവൺമെന്റിന്റെ യൂണിവേഴ്സിറ്റിയുടെ റൂൾസും റെഗുലേഷന്റെ ഫ്രെയിം വർക്കിൽ നിന്ന് മാക്സിമം പ്രൈവറ്റുമായിട്ട് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. എന്നാലേ ഇത് യൂണിവേഴ്സിറ്റി വളർത്തിക്കൊണ്ട് ആൾക്കാരെ എത്തത്തുള്ളൂ,
അതെന്തായാലും സർ നമുക്ക് നോക്കാം. വലിയൊരു ഇതിന്റെ ഭാഗമായിട്ട് ഇനിയും നല്ലൊരു ഇത് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ വിഭാഗക്കാരും പ്രവർത്തിക്കട്ടെ എന്ന് നമുക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ എറണാകുളം വെച്ചിട്ട് അതിന്റെ ഞങ്ങൾ അടുത്തത് ഫെബ്രുവരി 1-2 വീക്കിൽ സ്പോർട്സ് മീറ്റ് നടത്തി എറണാകുളത്ത് വെച്ച്. അതെ സ്പോർട്സ് മാർച്ചിൽ കൾച്ചറൽ ഫെസ്റ്റ് കൊല്ലത്ത് വെച്ചിട്ടുണ്ട്. കൊല്ലത്ത് വെച്ച് അപ്പൊ ഒരുപാട് പരിപാടികൾ ഇനി വരുന്നുണ്ട്. സ്പോർട്സ് മീറ്റ് എല്ലാം ഷെഡ്യൂളായി തീരുമാനമായി. മീറ്റിംഗ് എല്ലാം എൻ്റെ കഴിഞ്ഞിട്ട് മഹാരാജാസ് കോളേജിന്റെ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പോകും. ഇനിയിപ്പോ ഇതിന്റെ നടത്തിപ്പ് മാത്രമേ ഉള്ളൂ ഇതിന്റെ പിന്നിലായിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് ഇവന്റ്സിനും വലിയൊരു സക്സസ് നേടുകയാണ്, പറയുകയാണ്, സക്സസ് പറയുന്നു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഇനി 6 മാസം കൊണ്ട് SSLC+2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG, PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം